കടുത്ത ഇന്ത്യ വിരുദ്ധൻ പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിനെ കുറിച്ചാണ്. പാകിസ്ഥാന്റെ പട്ടാള മേധാവിക്ക് ഇന്ത്യൻ പക്ഷപാതിയാകാനാകില്ല, ശരി തന്നെ. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ സുപ്രധാന അധികാരം കൈയാളുന്നവർക്ക് സ്റ്റേറ്റ്സ്മാൻഷിപ്പ് എന്നൊന്ന് വേണമല്ലോ. ഏത് ശത്രുതയിലും വേണ്ടൊരു വകതിരിവ് അതില്ലാത്തയാളെന്ന് എത്രയോ വട്ടം അദ്ദേഹം തെളിയിച്ചതാണ്. ഉത്തരവാദിത്തം ഏതുമില്ലാത്ത സ്വതസിദ്ധമായ വിടുവായത്തം അസീം മുനീർ ഒരിക്കൽ കൂടി ആവർത്തിച്ചിരിക്കുന്നു. ഇത്തവണ അമേരിക്കൻ മണ്ണിൽ നിന്നാണ്. ട്രംപിന്റെ ശക്തമായ പിന്തുണയുടെ കൂടി ബലത്തിൽ അസീം മുനീർ ഇന്ത്യക്കെതിരെ ആണവ യുദ്ധ ഭീഷണിയടക്കം അഴിച്ചുവിട്ടിരിക്കുന്നത്. ആദ്യം ആർഡിഎക്സ് റാപ്പിലേക്ക്. US സന്ദർശനത്തിനിടെ ഫ്ലോറിഡയിൽ പാക് പ്രവാസികളുടെ അതിഥിയായെത്തിയപ്പോൾ അത്താഴ വിരുന്നിനിടെയാണ് സൈനിക മേധാവിയുടെ വിവാദ പരാമർശം. ഞങ്ങളൊരാണവ രാഷ്ട്രമാണ്, ഞങ്ങൾ ഇല്ലാതാകുമെന്ന് തോന്നിയാൽ ലോകത്തിന്റെ പകുതി ഭാഗത്തെയും ഞങ്ങൾ കൂടെ കൊണ്ടുപോകും. ഇന്ത്യക്കെതിരെ ആണവ ഭീഷണി ഉയർത്തി അസീം മുനീർ പറഞ്ഞു. സിന്ധു നദീജല കരാർ റദ്ദാക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിനെതിരെയും മുനീർ ഭീഷണി മുഴക്കി. ഇന്ത്യ സിന്ധു നദിയിൽ അണക്കെട്ട് പണിതാൽ നിർമ്മാണം പൂർത്തിയായ ഉടൻ മിസൈൽ അയച്ചു തകർക്കുമെന്നായിരുന്നു ഭീഷണി. ഇന്ത്യ ഒരു അണക്കെട്ട് നിർമ്മിക്കാൻ ഞങ്ങൾ കാത്തിരിക്കും. അത് നിർമ്മിച്ചു കഴിയുമ്പോൾ 10 മിസൈൽ ഉപയോഗിച്ച് ഞങ്ങളത് തകർക്കും. സിന്ധു നദി ഇന്ത്യക്കാരുടെ കുടുംബ സ്വത്തല്ല, ഞങ്ങൾക്ക് മിസൈലുകൾക്ക് കുറവുമില്ല, അസീം മുനീർ പറഞ്ഞു. ഇന്ത്യയെ പരിഹസിക്കും വിധമുള്ള താരതമ്യങ്ങളും ഉദാഹരണങ്ങളുമെല്ലാം പ്രസംഗത്തിൽ അസീം മുനീർ നിരത്തി. കാനഡയിലെ സിഖ് നേതാവിന്റെ കൊലപാതകവും ഖത്തറിൽ 8 ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥർ അറസ്റ്റിലായതും കുൽഭൂഷൺ യാദവ് കേസുമെല്ലാം പ്രസംഗത്തിനിടെ അസീം മുനീർ എടുത്തു പറഞ്ഞു. ഇന്ത്യ തീവ്രവാദത്തിൽ പങ്കാളിയാണെന്ന് ആരോപിച്ചായിരുന്നു ഈ പരാമർശങ്ങളെല്ലാം. RDX റാപ്പ് ന്യൂസ് മലയാളം. അസീം മുനീറിനെ നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. അസീം മുനീർ ട്രംപുമായി ബന്ധം സ്ഥാപിച്ചതോടെ ഇന്ത്യക്കെതിരെ രൂക്ഷ പരാമർശങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നടത്തുന്നത്. ഇന്ത്യ ഹൈവേയിലൂടെ വരുന്ന തിളങ്ങുന്ന ഒരു മെഴ്സിഡസ് പാകിസ്ഥാൻ ഒരു ഡംപ് ട്രക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ചരൽ നിറച്ച ട്രക്ക് കാറിലിടിച്ചാൽ ആര് പരാജയപ്പെടുമെന്ന് അറിയാമല്ലോ എന്ന് അദ്ദേഹം അവിടെ പറഞ്ഞു. കശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യമല്ല, പാകിസ്ഥാൻ്റെ മഹാധമനിയാണ് എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് റിപ്പീറ്റ് ചെയ്തു. സംഘർഷത്തിലെ നഷ്ടം ഇന്ത്യ അംഗീകരിക്കണം, അവസാനിക്കാൻ ഇടപെട്ട ട്രംപിന് നന്ദി എന്ന് അദ്ദേഹം അമേരിക്കയിൽ ചെന്ന് പറഞ്ഞു. ട്രംപിൻ്റെ പിന്തുണയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യക്കെതിരെ ഭീഷണിയും പരിഹാസവുമാണ് ആവർത്തിക്കുന്നത് അസീം മുനീർ. ഞങ്ങളില്ലാതാകുമെന്ന് തോന്നിയാൽ ലോകത്തിൻ്റെ പകുതി ഭാഗത്തെയും കൂടെ കൊണ്ടുപോകും എന്ന് അമേരിക്കയിൽ പോയി പറഞ്ഞിരിക്കുന്നു. ഇന്ത്യ സിന്ധു നദിയിൽ അണക്കെട്ട് നിർമ്മിച്ചാൽ 10 മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കും എന്നുകൂടെ ഇയാൾ പറയുകയുണ്ടായി. ആണവ യുദ്ധ ഭീഷണി പാകിസ്ഥാൻ്റെ ഗിമ്മിക്ക് മാത്രമാണ്, അതിന് വഴങ്ങില്ല എന്ന് ഇന്ത്യ മതിയായ മറുപടി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ആണവ യുദ്ധ ഭീഷണി പാകിസ്ഥാൻ്റെ നിരുത്തരവാദ സമീപനം തുറന്നു കാണിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഇന്ത്യയുടെ പ്രസ്താവനയിൽ പറയുന്നു. പാകിസ്ഥാൻ ആണവായുധം കൈവശം വെക്കുന്ന ഉത്തരവാദിത്വ ബോധമില്ലാത്ത രാജ്യമാണ് എന്ന് കൃത്യമാം വിധം ഇന്ത്യ പറഞ്ഞിരിക്കുന്നു. അമേരിക്കൻ പിന്തുണയിൽ പാകിസ്ഥാൻ യഥാർത്ഥ നിറം കാണിക്കുകയാണെന്നും ഇന്ത്യ പാടെ തള്ളിക്കൊണ്ട് പറഞ്ഞു. അസീം മുനീറിൻ്റെ പ്രസ്താവന പാകിസ്ഥാനിൽ ജനാധിപത്യം നിലവിലില്ല എന്നതിൻ്റെ ലക്ഷണം കൂടെയാണ് എന്ന് ഇന്ത്യ പറയുന്നു. പാകിസ്ഥാനെ നിയന്ത്രിക്കുന്നത് അവരുടെ സൈന്യമാണെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. സോഷ്യൽ മീഡിയ പക്ഷേ അദ്ദേഹത്തെ എയറിൽ വിട്ടു. മെഴ്സിഡസ് ഡംപ് ട്രക്ക് പരാമർശത്തിൽ പാക് സൈനിക മേധാവിക്കെതിരെ വലിയ ട്രോളുകളാണ് സോഷ്യൽ മീഡിയയിൽ ആകെയുള്ളത്. ഇരു രാജ്യങ്ങളുടെയും യഥാർത്ഥ സാഹചര്യം എന്തെന്ന് അസീം മുനീറിന് അറിയാം എന്നാണ് പരിഹാസത്തിൻ്റെ ആകെ തുക. ഇത് ആദ്യമായിട്ടല്ല. പെഹൽഗാം ആക്രമണത്തിന് മുമ്പായി കശ്മീർ പാകിസ്ഥാൻ്റെ കഴുത്തിലെ സിരയാണെന്ന് പരാമർശം നടത്തിയിരുന്നു. ദ്വിരാഷ്ട്ര സിദ്ധാന്തം ഉന്നയിച്ച് ഹിന്ദു മുസ്ലിം വ്യത്യാസം ചൂണ്ടിക്കാട്ടി പ്രകോപന പ്രസ്താവനകൾ നടത്തി. കശ്മീരിനായി ഇതുവരെ 3 യുദ്ധം നടത്തി, ഇനിയൊരു 10 യുദ്ധം കൂടി വേണമെങ്കിലും ചെയ്യുമെന്ന് അസീം മുനീർ പറഞ്ഞു. ഇന്ത്യയുടെ പുരോഗതിയെ അപമാനകരമായി വിശേഷിപ്പിച്ച് നിരവധി പ്രസ്താവനകളാണ് അസീം മുനീർ പട്ടാള മേധാവി നടത്തിയിട്ടുള്ളത്. അസാധാരണമായ സാഹചര്യമാണ് യഥാർത്ഥത്തിൽ. അതായത് ഇതിപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന പോലെ ബിഡൽസാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാവുന്ന കാര്യം ഉണ്ട് ഒരർത്ഥത്തിൽ നോക്കിയാൽ. അമ്മാതിരി കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇതുപോലെ പ്രകോപനകരമായ പ്രസ്താവന നടത്തിയതിന് പിന്നാലെയാണ് പെഹൽഗാമിൽ ആക്രമണം ഉണ്ടായത് എന്ന് നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. ഇദ്ദേഹത്തിൻ്റെ ആ പദവിയിലിരുന്നു കൊണ്ട് നടന്ന വലിയ പ്രകോപനപരമായ ഇന്ത്യ വിരുദ്ധമായ ഹിന്ദുമത വിരുദ്ധവും കൂടെ ആയിട്ടുള്ള പ്രസ്താവനകൾ നടത്തിയതിന് പിന്നാലെയാണ്, ഒരുപക്ഷെ അതിൽ ഊർജ്ജം ഉൾക്കൊണ്ടിട്ടായിരിക്കണം ഈ തീവ്രവാദികൾ വന്ന് നമ്മുടെ നിരപരാധികളായ ആളുകളെ വെടിവെച്ച് പോകുന്നത് എന്നുകൂടെ കണക്കാക്കാവുന്നതേ ഉള്ളൂ. അപ്പോഴാണ് വീണ്ടും അമേരിക്കയിൽ പോയിട്ട് ഇക്കാര്യം പറയുന്നത്. തീർച്ചയായും കാശ്മീർ കഴുത്തിലെ ഞരമ്പാണ് എന്ന് പ്രയോഗിച്ചുകൊണ്ടാണ്, അതിൻ്റെ തുടർച്ചയിലാണ് ഇങ്ങനെ അങ്ങേയറ്റം ഒരു രാഷ്ട്ര നേതാവെന്ന് ആ ഘട്ടത്തിൽ പറയാനാവില്ല. രാഷ്ട്രത്തിൻ്റെ നിയന്ത്രണം അസീം മുനീറിൻ്റെ കയ്യിലാണെങ്കിലും പക്ഷേ ആ അസീം മുനീറിൻ്റെ ആ പ്രസംഗങ്ങളുടെ തുടർച്ചയായി തന്നെയാണ് എന്തായാലും ഭീകരാക്രമണം ഇന്ത്യയിൽ ഉണ്ടാകുന്നത്, കാശ്മീരിൽ ഉണ്ടാകുന്നത്. ഇതിപ്പോൾ സനീഷ, എനിക്ക് തോന്നുന്നത് ഈ ഒരു തെമ്മാടി രാഷ്ട്രം എന്ന് ഒരു രാഷ്ട്രത്തെ വിശേഷിപ്പിക്കുമ്പോൾ അത് സങ്കടകരമാണ്. സ്വാഭാവികമായും അവിടുത്തെ ജനത അതിന് ഉത്തരവാദികളായിരിക്കില്ല. തീർച്ചയായും അതിൻ്റെ ഭരണകൂടം, അതിനെ നയിക്കുന്നവർ, അവിടുത്തെ സൈന്യം ഒക്കെ തന്നെയാണ് പാകിസ്ഥാനെ ഈ തെമ്മാടി രാഷ്ട്രം എന്ന വിശേഷണത്തിലേക്ക് തള്ളിയിട്ടിരിക്കുന്നത്. അതിനൊരു വായാടിയായ ഒരു ഭരണാധിപൻ അല്ലെങ്കിൽ ഒരു സേനാനായകൻ എന്ന നിലയിലേക്ക് ഇപ്പോൾ അസീം മുനീർ എത്തിപ്പെട്ടിരിക്കുന്നു. ഇതിലേറ്റവും വിചിത്രമായ കാര്യം
അമേരിക്ക കൊടുക്കുന്ന ഒരു പിന്തുണയാണ്. അസീം മുനീറിന് അമേരിക്ക കൊടുക്കുന്ന പിന്തുണയാണ്. അസീം മുനീറിൻ്റെ ഇന്നത്തെ പ്രഖ്യാപനം എന്തായിരുന്നു? കഴിഞ്ഞ ദിവസത്തെ പ്രഖ്യാപനം എന്താ? അവിടെ മൊബൈൽ ഫോണൊന്നും കയറ്റാനുള്ള അനുമതിയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അവിടെ നിന്ന് വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ ഈ പാകിസ്ഥാൻ ഒരു ആണവ യുദ്ധത്തിലേക്ക് പോകേണ്ട സ്ഥിതി ഉണ്ടാവുകയും പാകിസ്ഥാൻ ഒരു തകർച്ചയുണ്ടാവുകയും ചെയ്താൽ ഈ ലോകത്തിൻ്റെ പകുതിയും കൊണ്ടേ പോകൂ എന്നാണ്. അതായത് അത് ഇന്ത്യക്കെതിരെയുള്ള ഒരു വെല്ലുവിളി അല്ല, അത് ലോകത്തിനുള്ള ഒരു ഭീഷണിയാണ്. അതായത് ലോകത്തെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ് അസീം മുനീർ. അതാണല്ലോ മനസ്സിലാക്കേണ്ടത്. അവിടെ അമേരിക്ക എന്ത് ചെയ്യുകയാണ് എന്നുള്ള ചോദ്യം വളരെ പ്രധാനമാണ്. അമേരിക്ക നമ്മുടെ ഫ്രണ്ടാണല്ലോ, ഡൊണാൾഡ് ട്രംപ് നമ്മുടെ ഫ്രണ്ടാണ് അല്ലോ. അപ്പോൾ ഇതിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, മുമ്പും ഇന്ത്യക്ക് ഇതേ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതായത് 54 ജവഹർലാൽ നെഹ്റു ഹിന്ദി ചീനി ബായി ബായി എന്ന് പറഞ്ഞ് നടന്ന കാലമാണ്. അതായത് ചൈനക്കാരെന്ന് പറഞ്ഞാൽ നമ്മളുടെ ബായിമാർ എന്ന് വെച്ചാൽ അമിതമായി ആ സ്നേഹപ്രകടനം, ഒരു രാഷ്ട്രവുമായി തന്ത്രപരമായ ഒരു ബന്ധം എന്നതുള്ളതിന് അപ്പുറത്തേക്കുള്ള ഒരു സൗഹൃദ പ്രകടനവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയിട്ട് വലിയ തിരിച്ചടി 62-ലുണ്ടായി. ഇപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഡൊണാൾഡ് ട്രംപ് എൻ്റെ ദോസ്താണെന്ന് പറയുകയും അവിടെ പോയി അദ്ദേഹത്തിന് വോട്ട് പിടിക്കുകയും ഒക്കെ ചെയ്തു ഇവിടുന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇപ്പോൾ അവിടെ നിന്ന് എന്താണ്, നല്ല ഒന്നാം തരം തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പലതരത്തിൽ. ആ രാജ്യത്തിൻ്റെ മണ്ണിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവിടെ പോയി നിന്നിട്ട്, അതായത് ഇന്ത്യ അങ്ങനെ തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത്, ഒരു സുഹൃത്ത് രാജ്യത്ത് പോയി നിന്നിട്ട് ഈ രീതിയിലുള്ള വർത്തമാനം പറയുന്നു ഇയാൾ, അതിനുള്ള വേദി അവിടെ കിട്ടുന്നു എന്നുള്ളതാണല്ലോ. അവിടെ പോയിട്ട് പറയുകയാണ് ഇന്ത്യയെ ശരിയാക്കി കളയും, മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ പകുതി ഞങ്ങൾ ശരിയാക്കി കളയും എന്ന്. അതപ്പം ലോകത്തിന് മുന്നിൽ ഒരു ഭീഷണിയായി, വെല്ലുവിളിയായി ഈ ബ്ലാക്ക് മെയിലിംഗ്, ന്യൂക്ലിയർ ബ്ലാക്ക് മെയിലിങ്ങിൽ ഉള്ള ഒരു വലിയ പ്രഖ്യാപനം നടത്താൻ എങ്ങനെയാണ് അമേരിക്കയുടെ മണ്ണിൽ കഴിയുന്നത്? ഇതിനകത്തൊരു കാര്യം കൂടിയുണ്ട്. 2009 ഈ ബെയ്ത്തുള്ള മസൂദിനെ, അതായത് തെഹ്രീക്ക് താലിബാൻ്റെ നേതാവ് ബെയ്ത്തുള്ള മസൂദിനെ അമേരിക്കയിൽ കയറിയാണ്, പാകിസ്ഥാനിൽ കയറിയാണ് അമേരിക്ക കൊല്ലുന്നത്. അതുപോലെ ഹക്കീമുള്ള മസൂദിനെ 2013 ഡ്രോൺ ആക്രമണത്തിൽ അവിടെ കയറിയിട്ടാണ് കൊലപ്പെടുത്തുന്നത്. ലാദനെ നെപ്റ്റ്യൂൺ സ്പിയറിൽ, ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ സ്പിയറിൽ ബിൻ ലാദനെ കൊലപ്പെടുത്തുന്നത് അവിടെ കയറിയാണ്. ഇങ്ങനെ നോക്കിയാൽ നിരന്തരമായി പാകിസ്ഥാൻ അകത്ത് കയറിയിട്ട് ഭീകരവാദികളെ കൊല്ലേണ്ടി വന്നിട്ടുള്ള രാജ്യമാണ് അമേരിക്ക. ആ അമേരിക്ക കൊടുക്കുന്ന പിന്തുണ എത്ര വലുതാണെന്ന് നോക്കൂ. അമേരിക്ക എന്നിട്ടും പാകിസ്ഥാനെ അസാധാരണ പങ്കാളിയായി വിശേഷിപ്പിക്കുകയും പാകിസ്ഥാൻ എന്തോ ഭീകരാക്രമണത്തിൻ്റെ ഇരയാണെന്ന മട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് നമുക്ക് പറയാനുള്ള ഒരു കാര്യം, ഇത്തരം പ്രസ്താവനകളൊക്കെ ഇയാൾ നടത്തുമ്പോൾ ഇന്ത്യ ഇത്തരത്തിൽ വേറെ എവിടെയും പോയി ഇങ്ങനെയുള്ള വർത്തമാനമൊന്നും പറയാറില്ല. അതൊന്നാമത്തെ കാര്യം. ഇന്ത്യ കുറെ കൂടി പക്വമായി തന്നെയാണ് ഈ കാര്യങ്ങളോടൊക്കെ പ്രതികരിക്കുന്നത്. പക്ഷേ നമ്മുടെ വിദേശ നയം പരാജയമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം അമേരിക്കൻ മണ്ണ് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ നിലയ്ക്ക് ഈ അസീം മുനീറിനെ പോലുള്ള ഒരു മതഭ്രാന്തന് ഈ ലോകത്തിൻ്റെ പകുതിയെ തന്നെ ഭീഷണിപ്പെടുത്താവുന്ന ഒരു സാഹചര്യം, അത് ഇന്ത്യയെ മുൻനിർത്തി, ഇന്ത്യയെ ചൂണ്ടിക്കാട്ടി. മാത്രമല്ല ഇവിടെ ഇപ്പോൾ സിന്ധുവിൽ ഡാം പണിത് കഴിഞ്ഞാൽ അവിടെ 10 മിസൈൽ അയച്ചാൽ അത് തകർക്കാൻ പറ്റും, അത് മുഴുവൻ പണിത് തീർത്തോട്ടെ, അത് കഴിയുമ്പോൾ തകർക്കാം എന്നൊക്കെ അയാൾക്ക് പ്രഖ്യാപിക്കാനുള്ള ഒരു വേദി ഒരുക്കുക. മാത്രമല്ല 2 മാസത്തിനിടെ രണ്ടാമത്തെ തവണയാണ് അമേരിക്കയിൽ വലിയ സ്വീകരണം അസീം മുനീറിന് കൊടുക്കുന്നത്. അസീം മുനീർ അവിടെ ജനാധിപത്യ പ്രക്രിയയിലൂടെ കടന്നു വന്ന ഒരു നേതാവൊന്നുമല്ല, അവിടുത്തെ ഒരു സൈനിക മേധാവിയാണ്. ഇത് സംശയമില്ല, പാകിസ്ഥാൻ വൈകാതെ സൈനിക ഭരണത്തിലേക്ക് തന്നെയാണ് കൂപ്പുകുത്താൻ പോകുന്നത്. ഇയാൾ ഇല്ലാത്ത കുഴപ്പമാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. അതാണ് അതിനകത്ത് അത്രയേ ഉള്ളൂ കാര്യം. അതായത് ഒന്ന്, ഈ ഒരു പട്ടാള മേധാവി മാത്രമായിട്ടുള്ള ഇയാളെ 2 മാസത്തിനിടയ്ക്ക് 2ാം തവണ വിളിച്ചുകൊണ്ടുപോയിട്ട് ലഞ്ച് കൊടുക്കുക എന്ന് വെച്ചാൽ അവിടെ ആ ലഞ്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും ട്രംപ് എന്തായിരിക്കും ഇദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. മറ്റൊരു രാജ്യത്ത് പോയിട്ട് ഒരു പട്ടാള മേധാവിക്ക് ഇമാതിരി പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവന ഇന്ത്യക്കെതിരെ മാത്രമല്ല പകുതി ലോകത്തെ തന്നെ ഞാൻ നശിപ്പിച്ചു കളയെന്ന് പറയണമെങ്കിൽ ഇവർ തമ്മിൽ വളരെ ഊഷ്മളമായിട്ട് സംസാരിച്ചിട്ടുണ്ടാവണം. പാകിസ്ഥാനെ അവരുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഇന്ത്യയോട് സൗഹൃദം കാണിച്ചിട്ട് ഇപ്പോൾ ഇന്ത്യക്ക് പണി കൊടുക്കാൻ യാതൊരു മടിയില്ലാതെ ട്രംപിന് പാകിസ്ഥാനോട് അതേ നിലപാടായിരിക്കും ഇപ്പോൾ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കണം ഇപ്പോൾ അയച്ചു വിട്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടുന്നൊരു കാര്യം, ഇന്ത്യ കുറേ കൂടെ പക്വമായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്, ഇങ്ങനെ തന്നെ ആയിരിക്കണം സ്റ്റേറ്റ്മാൻഷിപ്പിൽ പോകേണ്ടതെന്നൊക്കെ വെക്കുമ്പോൾ തന്നെയും ഇവിടെ രാജ്നാഥ് സിംഗ് ഒരു പ്രസ്താവന നടത്തി. അതായത് ലോകത്തിൻ്റെ ആകെ ബോസാണെന്ന് വിചാരിക്കുന്ന ചില ആളുകൾ എന്ന് പറഞ്ഞ് ഒരല്പം പക്ഷെ അതല്ല, കാര്യമായിട്ട് ഗൗരവതരമായിട്ട് ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കെതിരെ അതിശക്തമായിട്ട് ഈ 56 ഇഞ്ച് എന്നൊക്കെ പറയുന്ന ചില സമയത്ത് പ്രദർശിപ്പിക്കാനുള്ളതാണ്. ആഭ്യന്തര രാഷ്ട്രീയത്തിനകത്ത് മാത്രമല്ല പരിഹാസവും ഈ പറയുന്ന ശക്തി കാണിക്കലും വേണ്ടത്, വിദേശ രാഷ്ട്രീയത്തിലും ഇത്രമാത്രം വലിയ തിരിച്ചടി ഉണ്ടാകുമ്പോൾ ഒന്ന് പവർ കാണിക്കാൻ ഇന്ത്യ തയ്യാറാകേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളല്ല അത് പറയേണ്ടത്, മറിച്ച് ഈ പറയുന്ന ഔദ്യോഗികമായിട്ടുള്ള ഭാഷ്യമാണ് ഈ നമ്മുടെ ചേരിചേരാ നയം. ഇവരൊക്കെ പരിഹസിക്കുമായിരുന്നു പണ്ട് ചേരിചേരാ നയം എന്നൊക്കെ. നേരത്തെ ചൈനയുടെ കാര്യം പറഞ്ഞല്ലോ, ചൈനയോട് ആ സമീപനെടുത്ത നെഹ്റുവിനെ പരിഹസിച്ചില്ലാതാക്കുന്ന ആളുകൾ ഇപ്പോൾ ഏത് ട്രാപ്പിലാണ് ഇന്ന് പെട്ടിരിക്കുന്നത്? അതേ ട്രാപ്പിലാണ് ചെന്ന് പെട്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഔദ്യോഗികമായിട്ടുള്ള അത്തരം നിലപാടുകൾ തന്നെ സ്വീകരിച്ചോട്ടെ. പക്ഷേ അവരുടെ ആരാധകർ, ഈ സർക്കാരിൻ്റെ വലിയ ആരാധകർ മനസ്സിലാക്കേണ്ടതൊരു കാര്യം, നിങ്ങളുടെ പക്ഷം ഒരല്പം തലതാഴ്ത്തി നിൽക്കുകയാണ്
ഒരല്പം വേണ്ട രീതിയിൽ ശക്തമായിട്ട് പെരുമാറുന്നില്ല എന്ന കാര്യം അവർ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് ട്രംപാണെന്ന് പലവട്ടം പരസ്യമായി പറഞ്ഞയാളാണ് പാക് സൈനിക മേധാവി അസീം മുനീർ. ട്രംപിന് സമാധാന നൊബേൽ കൊടുക്കണമെന്ന ട്രംപിൻ്റെ ചിരകാല ആഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നയാളുമാണ്. സകല കീഴ്വഴക്കങ്ങളും മറന്ന് പാക് സൈനിക മേധാവിക്ക് വൈറ്റ് ഹൗസിൽ ട്രംപ് വിരുന്നൊരുക്കിയ ആളാണ് ട്രംപ്. അതിൽ പിന്നെ പാകിസ്ഥാനും അമേരിക്കയും എന്നതിനപ്പുറം അസീം മുനീറും ട്രംപും തമ്മിലാണ് നയതന്ത്ര ബന്ധം. ആ അടുപ്പത്തിൻ്റെ ധൈര്യം എടുത്തു പറഞ്ഞാണ് അസീം മുനീർ അമേരിക്കയിൽ ചെന്ന് ഇന്ത്യക്കെതിരെ വായിൽ തോന്നിയതെല്ലാം പറഞ്ഞത്. നമ്മുടെ ലോകം ഇന്നെത്തി നിൽക്കുന്ന അവസ്ഥയുടെ ഒരു നേർചിത്രമായി കൂടെയാണ് RDX ഈ സാഹചര്യത്തെ കാണുന്നത്. മഹാമേരുക്കൾക്ക് സമരായിരുന്ന നേതാക്കൾ നയിച്ച ലോകം ഇന്ന് വളരെ ചെറിയ മനുഷ്യർ കൈയാളുന്നു. സ്വന്തം മണ്ണിൽ നിന്ന് മറ്റൊരു രാജ്യത്തോട് മര്യാദയില്ലാതെ പെരുമാറരുത് എന്ന് ട്രംപ് പറയുമെന്ന് നമുക്ക് കരുതാനാകില്ല. ഇന്ത്യ അസീം മുനീറിനെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളി. തൽക്കാലം ഇത് മതിയാകും എന്ന് തന്നെ ഇപ്പോൾ പറഞ്ഞു വെക്കുക. ഇന്നത്തെ RDX പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.